എന്ത് വേണം? ഒന്ന് കാണും. എവിടെയാ വീട്? കുറച്ച് അകലെയാണ്. അകലെയെന്ന് വെച്ചാ പറഞ്ഞാൽ മനസ്സിലാണ്. മനസ്സിലാകുകയും നിങ്ങൾക്ക് മനസ്സിലായി. ഹലോ വേണുഗോപാൽ. ഹലോ. എപ്പോ വന്നു? ഇപ്പൊ വന്നത്. ഇയാളേതാ? അമ്മ അറിയില്ലേ? ഓ, അന്നത്തെ ആസ്പത്രി വന്നപ്പോ അമ്മ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഹൃദയമാണ് സുഭദ്രയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഇരിക്കും മിസ്റ്റർ വേണുഗോപാൽ. സൗഖ്യമല്ലേ? നിങ്ങളുടെ സന്മനസ്സും സൗഖ്യം ഇല്ലേ സുലോചനെ? വളരെ സന്തോഷം. സുലോചനെ, കാപ്പി ഉണ്ട്. സുലോചനെ, എനിക്ക് ചായ മതി. Sir, please. No. കാപ്പി കുടിക്കൂ. എന്തിനാ കരയുന്നത്? എന്റെ സുവർണ്ണ ഇതുപോലെയായി. നൃത്തവേദിയിൽ ഒന്നാം തരം ഒരു നർത്തകി, വീട്ടിൽ ഒരൊന്നാം തരം വീട്ടുകാരിയുമായി. എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിവാഹിതരായി. എന്നിട്ട് ഒരു വർഷം പോലും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. സാമ്പത്തികമായി ഒരല്പം ഉയർന്ന തറവാടാണ് എൻ്റെ. അങ്ങനെയുള്ള ഞാൻ നൃത്തം മാത്രം കൈമുതലായുള്ള ഒരുത്തിയെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമില്ലായി. അവസാനം എൻ്റെ സുവർണ്ണയ്ക്ക് വേണ്ടി തറവാടൻ സ്വത്തും ഞാൻ ഉപേക്ഷിച്ചു. എനിക്കെൻ്റെ സുവർണ്ണയും അവളുടെ കലയും മാത്രമായിരുന്നു ആവശ്യം. അങ്ങനെ ഞങ്ങൾ നൃത്തത്തിൻ്റെയും ഗാനത്തിൻ്റെയും ഒരു ഗന്ധർവ ലോകത്ത് ചിന്തിക്കുകയായിരുന്നു. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ അതുകൊണ്ട് മാത്രം കഴിയുകയായിരുന്നു. ഈ വക കാര്യങ്ങളൊക്കെ മറക്കാൻ പറയുക എളുപ്പമാണ്, സാധ്യമല്ലെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നു. ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. ഇനി എന്റെ ദുഃഖങ്ങൾ പറഞ്ഞു മറ്റുള്ളവരെ ഞാൻ വേദനിപ്പിക്കില്ല. ഞാൻ മിസ്റ്റർ വേണുഗോപാൽ, ഇതാ ഇത് കൂടി കൊണ്ടുപോകും. ഓ, ഇത് മറന്നു. ഇത് എന്റെ സുവർണ്ണയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. ഓഹോ, അവൾ ഇതെടുത്ത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. വിരോധമില്ലെങ്കിൽ ഇത് അങ്ങയുടെ മിസ്സിന് കൊടുത്താൽ ഇതിൽ വിരോധം എന്നിരിക്കുന്നു. ഇങ്ങനെ സുലോചന, ഇത് വിലയേറിയ ഒരു സമ്മാനമാണ്. ശരി. എന്തിനാ മുതലാളിയോട് വാങ്ങിക്കാൻ പോയത്? വാങ്ങിച്ചില്ലെങ്കിൽ അയാൾക്ക് വേദന തോന്നില്ല. അയാൾ നമുക്ക് വേണ്ടി ചെയ്തത് വിലയേറിയ ഒരു സഹായം അയാൾ ഒരിക്കലും വേദനിപ്പിച്ചു.
ആർക്കെങ്കിലും ആ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കട്ടെ സാർ, ഞാൻ നിൽക്കാം സാർ. എനിക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട് സാർ. നിങ്ങൾക്ക് ഭ്രാന്തോ? ഉണ്ടായിരുന്നു സാർ. എങ്ങനെയെങ്കിലും ജീവിച്ചോളാമെന്ന് എനിക്കൊരു ഭ്രാന്തുണ്ടായിരുന്നു. അത് തീർന്നു. എനിക്ക് മതിയായി സാർ. എന്നെ കൊണ്ട് എന്തൊക്കെയോ പ്രയോജനം, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടു സാർ. അതുകൊണ്ടാണ് ഞാൻ ഹാത്ത് വയ്ക്കാന്ന് പറഞ്ഞത്. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സാർ. സാർ ഹാത്ത് വാങ്ങിക്കും സാർ. ഇതാണ് ഞാൻ ബികോമിന്റെ സർട്ടിഫിക്കറ്റ്, BEdന്റെ സർട്ടിഫിക്കറ്റ്, BA-BLന്റെ സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ പേര് ജോസഫ് എന്നാ? അതെ സാർ. പിന്നെ ഈ ഹനീഫ? അതെന്റെ പേരാണ്. നാരായണ എന്നാണ് എല്ലാരും എന്നെ വിളിക്കുന്നത്. ഒരാൾക്ക് എങ്ങനെ ഈ മൂന്ന് ഏതെങ്കിലും ഒന്നെടുത്ത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സാർ. ഈ ജാതിയുടെ അടിസ്ഥാനത്തില് ഇപ്പൊ ഈ ജോലി കിട്ടുന്ന കാലമായതുകൊണ്ട് ഏത് ജാതി സ്വീകരിച്ചാൽ ആ ഉദ്യോഗം കിട്ടുന്ന അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ 3 പേരും സ്വീകരിച്ചെന്നുള്ളേ ഉള്ളൂ. എടോ രാമകൃഷ്ണ, താൻ നാട്ടുകാരെ മുഴുവനും പറ്റിച്ച് ഒടുവിൽ ഹാർട്ട് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ അടുത്ത് തന്നെ വന്നല്ലോ. കൊല്ലന്റെ കടയിൽ ഊരി വിൽക്കാൻ പോകുമ്പോൾ പല ബാങ്കുകളും ബ്ലഡ് ബാങ്കിൽ ചോറ് കൊടുത്ത് കാശ് വാങ്ങി 5 പ്രാവശ്യം ബാസറ്റിന് നടത്തി കാശ് വാങ്ങിച്ചു. 5 പ്രാവശ്യം. ഓ സാർ, ഉള്ള ഞരമ്പെല്ലാം അറിഞ്ഞു കളഞ്ഞു. എല്ലാരെയും എനിക്ക് വിശ്വസിപ്പിക്കാൻ സാധിക്കുന്നു. പക്ഷേ സാറ് മാത്രം അയ്യോ ഒരു ഭയങ്കര. ഞാൻ പോട്ടെ. സർട്ടിഫിക്കറ്റ് 5 രൂപ. 5 രൂപയോ? 5 രൂപ ഞാൻ തരാം. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം. എന്തിന് ഈ പറ്റിക്കൽ പ്രസ്ഥാനം നടക്കും? നല്ല ശരീരമുണ്ട്. ഞാനും പലപ്പോഴും ആലോചിച്ചു. ഞാൻ നേരെ എംപ്ലോയ്മെന്റ് എസ്റ്റേറ്റിലേക്ക് പോവാണ്. എന്തിനാ പറയുന്നത്? നിങ്ങൾ ആരാ? മനസ്സിലായി? ഞാൻ അവളുടെ അച്ഛനാണ്. സുവർണയുടെ അച്ഛൻ. മിസ്റ്റർ വേണുഗോപാലിന്റെ ഭാര്യ സുവർണയുടെ? അതേ സാർ, ആ മഹാഭാവിയുടെ ഭാര്യയുടെ അച്ഛനാണ്. അതെന്താണെന്ന് പറയുന്നത്? സാർ, എനിക്ക് സുവർണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ. ഞാൻ വളരെ പാടുപെട്ടാണ് അവളെ നൃത്തം പഠിപ്പിച്ചത്. അവള് നൃത്തത്തിന് പോകും, മല്ലനം കൊണ്ടുവന്നു സാർ. സാധാരണ നടിമാരുടെ തന്തമാരെ പോലെ ഞങ്ങൾ സുഖമായിട്ട് കഴിയാണ് സാർ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ പെണ്ണ് കയറി അവരെ സ്നേഹിച്ചത്. അവളുടെ കൂടെ അവളത് പോയി. അതുകൊണ്ടാണ് അവർ നമ്മൾ സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. അതിന് വിഷമിക്കാൻ എന്ന് പറഞ്ഞാൽ മതിയോ സാർ? ഞാൻ വളരെ പാടുപെട്ട് പെറ്റ് വളർത്തി പഠിപ്പിച്ചെടുത്തവരില്ല. ഞാൻ ഈ വയസ്സുകാലത്ത് എന്തോ ചെയ്യും? അവരിപ്പോ സഹായം ചെയ്യുന്നില്ലേ? സഹായം അല്ല, ഇല്ലയോന്ന് ചോദിച്ചാൽ കൊണ്ട് താൻ വല്ലതൊക്കെ തരുവായി. അവള് മരിച്ചതിന് ശേഷം ആ മഹാഭാവി 4 കാശ് തന്നിട്ടില്ല സാർ. ഞാൻ മുഴുവൻ പട്ടിണിയാണ്. ഓഹോ, അങ്ങനെയാണ്. അങ്ങനെ തന്നെ അവളുടെ ഹൃദയം സാറിന്റെ ഭാര്യയ്ക്ക് വേണ്ടി തന്നു നിറഞ്ഞപ്പോഴേ എനിക്ക് ആശ്വാസം. വല്ലപ്പോഴും എനിക്ക് ഇവിടെ വന്നു സാറിന്റെ ഭാര്യയിൽ കൂടി എന്റെ മകനെ കണ്ട് എനിക്കൊന്ന് ആശ്വസിക്കാമല്ലോ. സാറിന്റെ ഭാര്യയെ ഒന്ന് വിളിക്കോ? സുലോചനെ, സുലോചനെ. മോളെ സുലു. എന്റെ മോളെ, എന്റെ മോളെ. അങ്ങനെ ചോദിക്കാതെ, അങ്ങനെ ചോദിക്കാതെ. സുവർണയുടെ അച്ഛനാണ്, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. പോയി കാപ്പി. ആ എന്തോന്ന് കാപ്പി മാത്രം. സുലോചനെ, ആദ്യം പലഹാരം കാപ്പി. ഇന്നിപ്പോ ഞാൻ കാപ്പി കുടിക്കുമെന്ന് വെച്ചോ, നാളെ ഈ സമയമാകുമ്പോ ഞാൻ എന്തോ എടുത്ത് കഴിക്കും. ഞാൻ എന്തെങ്കിലും തരാം. പോയി കാപ്പി കുടിച്ചു. ഇവിടെ ഇരിക്കൂ. ശിവ, എന്താ എന്താ ശവമാണ്? ഏയ് ശവമൊന്നുമല്ല, അതെല്ലാം നിങ്ങളുടെ ശവമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ആ പഴയ ശവത്തിന്റെ ഓർമ്മയാണല്ലേ സാർ?
എന്റെ പൊന്നു ശിവം, എന്നെ ഒന്ന് രക്ഷിക്കണം. ഇവിടുന്ന് കാപ്പൂട് കഴിഞ്ഞ് തിരികെ ചെല്ലുമ്പം സാറ് വല്ലതും തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് കിട്ടിയാലും ഞാൻ പങ്കു നിൽക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് നേരത്തെ ശിവത്തിനെ അറിയാൻ കഴിയും. എന്റെ മകൾക്ക് അവർക്ക് ആ പെട്ടായപ്പോ എനിക്ക് ഇങ്ങനെ ഇഡലി ഉണ്ടാക്കി വയ്ക്കും. ശിവം സാമ്പാറുണ്ടോ ശിവം? കിട്ടലി ഉണ്ടെങ്കിൽ കിട്ടലിയും കൂടെ കൊണ്ട് വാങ്ങി രണ്ടെണ്ണം മതിയോ? എനിക്ക് തരാനുള്ള കാശ് തരുമോ? ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ വേണുഗോപാൽ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ നിങ്ങളെ പറ്റി ആലോചിച്ചേ ഉള്ളൂ. വരും, ഇരിക്കും. നിങ്ങളുടെ മിസ്സിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ അപ്പുറത്തുനിന്ന് കാപ്പി കുടിക്കുന്നു. സുവർണയുടെ അച്ഛൻ അവൾക്ക് 6 വയസ്സുള്ളപ്പോഴേ മരിച്ചുപോയത്. അല്ല, അച്ഛനൊക്കെ വന്നു. അച്ഛൻ അമ്മയ്ക്കൊക്കെ സുഖമല്ലേ? ഇയാളാരാ സാറേ? അല്ല, മിസ്റ്റർ വേണുഗോപാൽ എന്നറിയില്ലേ? സുവർണയുടെ ഭർത്താവ്. പിന്നെ ഞാൻ അറിയില്ലോ. എന്നെ ഇവനെ അറിയുമെന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ നോക്കിയാണ്. നീയൊന്നും എനിക്ക് ചെലവിന് തന്നില്ലെങ്കിലും സാറിനെ പോലുള്ള മഹാവൽക്കാരുണ്ടെങ്കിൽ ഞാൻ ജീവിച്ച് കേട്ടോ. അവരെ പറഞ്ഞു സാറേ. നിൽക്കവിടെ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ. എടോ, സത്യം പറയും. താനാരാ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്നാ അറിയണ്ട, ഞാൻ പോവാ. തീർന്നല്ലോ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞാൻ പോലീസിലെത്തി. അതിനെ മുമ്പ് ഇയാളുടെ കൈയും കാലടിച്ച് ഓടിക്കണം. മഹാകള്ളനാണ്. എടോ, സത്യം പറയുന്നതാണോ? തന്നെ ഞാൻ ഇടിച്ചു. അവരെ ഞാൻ പറഞ്ഞ പാവം പോട്ടൊന്നും. എടോ, സത്യം പറയും. താനാരാ? സത്യം ഞാൻ പറയാം സാറേ. ഞാൻ മഹാസരസ് കമ്പനിയാ. മാവേലിക്കാരനാ. എനിക്കറിയാം. അതെ, ആശുപത്രി, പണം, അത് വഴി, അത് റോഡ്, ആശുപത്രി. അയ്യോ സാറേ, ഇത് വെറും വയറ്റിപ്പഴപ്പിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. എടോ, തന്നെ മേലെ ഈ നാട്ടിലും കണ്ടുവരുന്നത് പോവടി. അയ്യോ വിടോ, ഞാൻ തടി വിടോ. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഓഹോ, വന്ന ഉടനെ പോട്ട് തൂക്കിയോ? അല്ല, ഇവിടെ ഏതാണ്ടൊക്കെ ഓപ്പറേഷൻ നടന്നു കേട്ടത്. ഏതാണ്ടൊക്കെ മാറ്റി വെക്കി മറിച്ചു വെക്കി ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടു. ശരി തന്നെയാണ്. കുറിപ്പിരിപ്പ് എനിക്ക് അറിഞ്ഞിട്ട് എന്ത് വേണം? എന്റെ ദേവകിയമ്മയെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നമ്മളൊക്കെ ആരാ? ആരാ? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. മനുഷ്യര് കഴിഞ്ഞില്ല. ഹിന്ദുക്കള് അങ്ങനെ പറയും. ഹിന്ദുക്കളായ നമുക്ക് ചില ആചാരങ്ങളും മര്യാദകളും സമ്പ്രദായങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. ദേവകിയമ്മേ, അതിന് ഇതെല്ലാം അറിയാൻ പാടായിട്ടും ആ പാവം പെൺകുട്ടിയെ ഇങ്ങനെ ചതിക്കണമായിരുന്നോ? കുറിപ്പ് എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ ആചാരങ്ങൾ സമ്പ്രദായങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ലോകോൽപ്പത്തി കാലം മുതൽ ഇങ്ങോട്ടുള്ളതാ. ഒരു ദിവസം കാലത്തെ മാറി ഇരുന്നങ്ങൾ മാറ്റിക്കളയാന്ന് വെച്ചാൽ അത് വിവരക്കേടല്ലേ? ഇതൊക്കെ പറയാനിപ്പോ എന്താ കാര്യം? ആ കാര്യം ഞാൻ തന്നെ അങ്ങോട്ട് പറയാം. മരിക്കണമെന്നാ. അല്ല, ഒരു മനുഷ്യൻ മരിക്കണ എപ്പോഴാണ്? ആയത്തെത്തുമ്പോഴും. അതല്ല ചോദ്യം. ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് എപ്പോഴാ? ജീവൻ വേർപിരിയുമ്പോ അല്ലേ? അതെ. ജീവൻ വേർപിരിയുന്നത് എപ്പോഴാ? മരിക്കുമ്പോഴും. അതല്ലാന്ന്. ശരീരത്തിന്റെ എല്ലാ അവയവവും സ്തംഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഹൃദയസ്പന്ദനം കൂടി നിൽക്കുമ്പോഴാണ് മരണം. അതല്ലേ സത്യം? അതെ. നമ്മുടെ ഈ മാറ്റിവെച്ച ഹൃദയത്തിന്റെ കാര്യത്തിൽ ഹൃദയസ്പന്ദനം
അത് ഗതി കിട്ടാത്ത പ്രേതമായി ചിന്തിച്ചിരിക്കില്ലേ? ചോദ്യമാണ്, ഉത്തരം പറഞ്ഞു. ഈ അന്ധവിശ്വാസങ്ങൾക്കെല്ലാം മറുപടി പറയാൻ എനിക്ക് സമയം. അന്ധവിശ്വാസമാണോടാ? ആ മരിച്ചുപോയ പെണ്ണിന്റെ ഹൃദയം മരിച്ചു ദീപക്ക് വെച്ചു. ഇനി അതിന്റെ പ്രേതം ഇവിടെ നിന്ന് മാറും. അങ്ങനെയാണെങ്കിൽ റഷ്യയിലും അമേരിക്കയിലും ഒക്കെ ധാരാളം ഹൃദയങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ പ്രേതം കണ്ട് ബഹളമായിരിക്കണമല്ലോ. അതിനും മറുപടി ഞാൻ തന്നെ പറഞ്ഞേ. ഓരോ മതത്തിനും ഓരോ പ്രമാണമാണ്. ഇത് ഹിന്ദുക്കളുടെ പ്രമാണം. റഷ്യയിലും അമേരിക്കയിലും ഹിന്ദുക്കളില്ല. അവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമേ ഉള്ളൂ. അവർക്ക് ഇതൊന്നും ബാധകമല്ല. മനുഷ്യൻ ചന്ദ്രമണ്ഡലം വരെ എത്തിയിരിക്കും. ഇപ്പോഴും അന്ധവിശ്വാസമായി നടക്കുന്ന നിങ്ങളെയൊക്കെ എന്താ ചെയ്യുക? അത് തന്നെ ചോദിക്കാതെ. മനുഷ്യൻ ചന്ദ്രമണ്ഡലത്തിൽ പോയി എന്നുള്ളത് ആരാ പറഞ്ഞത്? സാറ് കണ്ടോ? ഈ പത്രങ്ങളിലൊന്നും കാണുന്നത് പോലെ. അവരുടെ പത്രം, അവരുടെ വാർത്ത. ആരാ ഇതൊക്കെ വിശ്വസിക്കുക? ആരോടാ അതൊക്കെ പറയുക? ചന്ദ്രമണ്ഡലത്തിൽ നിന്നും പാറ വരെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ടും വിശ്വസിക്കില്ലേ? ചന്ദ്രമണ്ഡലത്തിൽ പാറ? എന്താ കഥ! ശിവ ശിവ! ആ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന തേജോമുഖത്തിൽ പാറ, അതും അതിന്റെ നിറമുണ്ട്, കറുപ്പ്. തിളങ്ങുന്ന ചന്ദ്രബിംബത്തിൽ എവിടുന്നാ സാറേ കറുത്ത പാറ? ഇത് അവര് വഴിയിലെങ്ങാണ്ടൊക്കെ പറക്കിയെടുത്ത് തല്ലിയിലിട്ട് കൊണ്ട് നടക്കല്ലേ മനുഷ്യനെ കവളിപ്പിക്കാൻ. വിദ്യാഭ്യാസവും ഇവരുള്ള നാളും കൂടെ ഇങ്ങനെ വിശ്വസിച്ച് പറയാൻ തുടങ്ങിയാൽ വലിയ കഷ്ടം തന്നെയാണ്. എന്റെ കോട്ടെടുക്കണം കാണട്ടെ. കോട്ടി പാറയൊന്നുമില്ല സാർ. എടുക്കണോ കോട്ടെ? കാര്യമായിട്ട് പറയും. അതെ, ഞാൻ കോട്ട് എടുക്കണോ ദേവിയമ്മേ? എന്നെ പറഞ്ഞു അയക്കണോ? കാര്യം പറഞ്ഞതിന് ഉപ്പിനെ ചേർത്ത് വിടുന്നു. കാര്യം പറയാൻ മതി. താനൊക്കെ ശാസ്ത്രത്തിന്റെ ശത്രുക്കളാണ്. മേലല്ലാത്ത കാല് കുത്തിയാൽ തന്റെ കാലയാണ് കൂടി ഇറങ്ങണോ? ഞാൻ ഇറങ്ങാം. സത്യം സത്യം പോലെ തെളിയാതെ ഇരിക്കില്ല ഒരു കാലം. സുലോചന അവർ എല്ലാവരും വല്ലാതെ പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇതൊന്നും കാര്യമാക്കണ്ട. അവർ പറഞ്ഞത് സത്യമല്ലേ? സത്യമോ? വെറും അന്ധവിശ്വാസമല്ലേ? ഇല്ല, എനിക്കെന്തോ പേടി തോന്നുന്നു. എന്തൊക്കെ വ്യത്യസ്തമായി പറയുന്നു. വിദ്യാഭ്യാസമുള്ള നീയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നോക്കൂ നോക്കൂ, ചിരിക്കൂ ചിരിക്കൂ, പിച്ചേർ. ആ വെറുതെ ആദ്യം ആലോചിച്ച് വിഷമിക്കാതിരിക്കൂ.